എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിപ്പോർട്ട് NG ഡിപ്പെൻഡൻസി യൂസ് ചെയ്ത് എങ്ങനെ HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. റിപ്പോർട്ട് NG വെച്ച് HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ കോഡ് ഒന്നും ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ഡിപ്പെൻഡൻസി നിങ്ങളുടെ സെലീനിയം മേം പ്രൊജക്റ്റിനകത്ത് ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ ഡിപ്പെൻഡൻസി കോപ്പി ചെയ്യുന്നു. അതിനുശേഷം പ്രൊജക്റ്റിനകത്തെ prom.xml ഫയൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കോപ്പ് ടാഗ് റിമൂവ് ചെയ്യുക. സ്കോപ്പ് ടാഗ് റിമൂവ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം ഈ ഡിപ്പെൻഡൻസി SRC ടെസ്റ്റ് ജാവയ്ക്കകത്തും SRC ടെസ്റ്റ് റിസോഴ്സിനകത്തും മാത്രമേ വർക്ക് ആവുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സ്കോപ്പ് ടാഗ് റിമൂവ് ചെയ്തത്. ഞാനിനി ഈ ഫയൽ സേവ് ചെയ്ത് കഴിയുമ്പോൾ മേം ഡിപ്പെൻഡൻസീസ് എന്ന ഫോൾഡറിനകത്ത് റിപ്പോർട്ട് NGയുടെ ജാർ ഫയൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഏത് ടെസ്റ്റ് ക്ലാസ് ആണോ റൺ ചെയ്യേണ്ടത് ആ ക്ലാസ് റൺ ചെയ്യുക മാത്രം നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ടെസ്റ്റ് എഞ്ചിൻ റിപ്പോർട്ട്സ് ജാവ എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിനകത്ത് 2 ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്. അതിനകത്ത് ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് ഞാൻ ഇന്റൻഷനലി ഫെയിൽ ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ട്രൂവിൻ്റെ കേസിൽ ഞാനത് ഫോൾസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി ഞാൻ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്ത് കഴിയുമ്പോൾ ടെസ്റ്റ് ഔട്ട്പുട്ട് എന്ന ഫോൾഡറിൻ്റെ അകത്ത് HTML എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും. അതിൻ്റെ അകത്തായിരിക്കും റിപ്പോർട്ട് NG HTML ഫയൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്യാൻ വേണ്ടി റൺ ഓൾ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക ചെയ്യാം. എക്സിക്യൂഷൻ സ്റ്റാർട്ടായി. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ടെസ്റ്റ് കേസ് പാസ്സായി, ഒരു ടെസ്റ്റ് കേസ് ഫെയിലായി. ഫെയിലായത് ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് ആണ്. നമ്മളിത് ഇന്റൻഷനലി ഫെയിൽ ചെയ്യിപ്പിച്ചതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് ഔട്ട്പുട്ട് ഫോൾഡറിനകത്ത് HTML എന്നൊരു എക്സ്ട്രാ ഫോൾഡർ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ കേസിൽ അത് ആഡായി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഉറപ്പായിട്ട് ആഡായി വരും. അതിനുശേഷം HTML എന്ന ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് index.html സെലക്ട് ചെയ്യുക. ഈ ഫയലിനകത്ത് ഡീഫോൾട്ട് ടെസ്റ്റ് എന്ന ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫെയിൽ ആയിട്ടുള്ളതും പാസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസുകൾ ലിസ്റ്റ് ചെയ്യും. ഫെയിൽഡ് ആയിട്ടുള്ളത് റെഡ് കളറിലും പാസ്ഡ് ആയിട്ടുള്ളത് ഗ്രീൻ കളറും കാണിക്കും. അതുപോലെ തന്നെ ഫെയിൽ ആകാനുള്ള റീസണും ഓരോ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുത്ത സമയവും ലിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്യൂട്ട് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ക്ലാസ്സിനകത്ത് എത്ര എണ്ണം പാസ്ഡ് ആയിട്ടുള്ളതുണ്ട്, എത്ര എണ്ണം ഫെയിൽഡ് ആയിട്ടുള്ളത് ഉണ്ട് എന്നുള്ള കൗണ്ടും കറക്റ്റായിട്ട് കാണിക്കും. അതുപോലെ പാസ് റേറ്റും കാണിക്കും. ഈ റിപ്പോർട്ട് ഡീഫോൾട്ട് ആയിട്ട് ടെസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഈസിയാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് റിപ്പോർട്ട് NG HTML റിപ്പോർട്ട് സ്യൂട്ട് ഫയൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും റിപ്പോർട്ട് HTML ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അതിനുവേണ്ടി എക്ലിപ്സ് IDEയിൽ ടെസ്റ്റ് report.xml സ്യൂട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് റൺ ചെയ്യുന്ന ക്ലാസ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഇനിഷ്യലി ഫെയിൽ ചെയ്യിപ്പിച്ചിരുന്നത് ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ടെസ്റ്റ് ആണ്. അത് ഞാൻ പാസ് ആക്കാൻ വേണ്ടി ഫോൾസ് എന്നുള്ള ട്രൂ ആക്കുന്നു. അതിനുശേഷം ഇത്തവണ ടൈറ്റിൽ ടെസ്റ്റ് നമ്മൾ ഇനിഷ്യലി ഫെയിൽ ചെയ്യിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ എക്സ്പെക്ടഡ് ടൈറ്റിലിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ G ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ സ്യൂട്ട് ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൺ ചെയ്ത് കഴിയുമ്പോൾ ഫെയിൽ ആകുന്ന ടെസ്റ്റ് കേസ് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ടിനകത്ത് അപ്ഡേറ്റ് ആണെന്നുണ്ടോ നോക്കാം. റൺ ആസ് ടെസ്റ്റ് സ്യൂട്ട്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്തവണ ഫെയിൽ ആയിരിക്കുന്നത് ടൈറ്റിൽ ടെസ്റ്റ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഫെയിൽ ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചേഞ്ച് റിപ്പോർട്ട് NG ജനറേറ്റ് ചെയ്ത് index.html റിപ്പോർട്ടിനകത്ത് വന്നിട്ടുണ്ടോ നോക്കാം. ഞാൻ index.html
ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ കേസിൽ അപ്ഡേറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇത്തവണ ടെസ്റ്റ് എന്നാണ് കാണിച്ചത്. കാരണം ഇത്തവണ നമ്മൾ റൺ ചെയ്ത സ്യൂട്ട് ഫയലാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. ഈ ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്തവണ ഫെയിൽഡ് ആയിരിക്കും, ടൈറ്റിൽ ടെസ്റ്റ് ആണ്, അതിന്റെ റീസണും കൊടുത്തിട്ടുണ്ട്. അപ്പം അപ്ഡേറ്റ് കറക്റ്റായിട്ട് റിപ്പോർട്ട് നടക്കുന്നുണ്ട്. അപ്പം റിപ്പോർട്ട് എൻ ജി എന്ന ഡിപ്പെൻഡൻസി യൂസ് ചെയ്ത് HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.